ഭരണഘടനയുടെ ആമുഖം ഇനി മുതൽ പാഠപുസ്തകങ്ങളിലേക്ക്. പാഠപുസ്തകങ്ങളിലൂടെ ഭരണഘടനയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുകയെന്ന വലപ്പാട് GDM-LP സ്കൂളിന്റെ ആശയത്തിനാണ് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം കൈവന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി വലപ്പാട് GDM-LP എന്ന വിദ്യാലയം ഭരണഘടനയുടെ ആമുഖത്തിനായി തുടങ്ങിവച്ച നിശബ്ദ വിപ്ലവമാണ് ചരിത്രമാകുന്നത്. 2021 ഭരണഘടനാ പരിചയത്തിനായി ഭരണഘടനാ ആമുഖവും പ്രസക്ത ഭാഗങ്ങളും ചിത്രീകരിച്ച് വിദ്യാലയ ചുമരിൽ ഭരണഘടനയുടെ ആമുഖം സ്ഥാപിച്ചതാണ് പ്രചാരണത്തിന് ആക്കം കൂട്ടിയത്. സംസ്ഥാനത്തെ പല വിദ്യാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും വലപ്പാട് GDM-LP സ്കൂളിന് സമാനമായ മാതൃക പിന്തുടർന്നു. ഇതിനിടെ ഭരണഘടന പാഠ്യവിഷയമാക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തും നൽകി. കൂടാതെ സ്കൂളിന് സമീപത്തെ അംഗൻവാടികളിലേക്കും വായനശാലകളിലേക്കും ഭരണഘടനാ ആമുഖമെന്ന ആശയമുയർത്തിയുള്ള ഭരണഘടനാ സന്ദേശമാർച്ചും നടത്തി. ഇതോടെ ഇവിടെയുള്ള അംഗൻവാടികളിൽ ഭരണഘടനയുടെ ആമുഖം ഇടം പിടിച്ചു. ഈ ആശയങ്ങൾക്കു പിന്നിൽ പ്രധാന അധ്യാപകനായ CK ബിജോയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട്. ഏറെക്കാലമായി വലപ്പാട് GDM-LP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവും ഭരണഘടന പാഠ്യ പദ്ധതിയുടെ ഭാഗമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി കത്തുകൾ സംസ്ഥാന സർക്കാരിലേക്ക് അയച്ചു വരുന്ന സന്ദർഭത്തിലാണ് ഇത്തരം ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. വലപ്പാട് പഞ്ചായത്ത് ഭരണസമിതിക്ക് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനം പരിഗണിക്കപ്പെട്ടതോടെ എല്ലാ പൊതുസ്ഥാപനങ്ങളിലും ഭരണഘടനയുടെ ആമുഖം സ്ഥാപിക്കപ്പെട്ടു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ സമേധം പദ്ധതിയിലൂടെ എല്ലാ വിദ്യാലയങ്ങളിലും വലപ്പാട് മാതൃക പിന്തുടർന്ന് മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മദനമോഹനൻ നിർദ്ദേശപ്രകാരം ഭരണഘടനാ ചുമർ സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായ കൊല്ലം ജില്ലയിലും GDM സ്കൂളിന്റെ ചുമർ മാതൃക ഇടം പിടിച്ചത് മറ്റൊരു നേട്ടമായി. ഭരണഘടനാ പരിചയത്തിനായി കൈപ്പുസ്തകവും GDM സ്കൂൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഗാന്ധിജിയടക്കം രാജ്യം കണ്ട മഹത്തുക്കളുടെ ചിത്രങ്ങളും ഭരണഘടനാ ആമുഖവും അലങ്കാരമാക്കിയ GDM സ്കൂളിനുള്ള അംഗീകാരമാണ് ഭരണഘടനാ ആമുഖം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമെന്ന സർക്കാർ തീരുമാനത്തിലൂടെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. TCV ന്യൂസ്, തൃപ്രയാർ.